hello and welcome back to my YouTube channel. ഇന്ന് നമ്മൾ again ഒരു മീഷോ ഹോൾ ആയിട്ടാണ് ട്ടോ വന്നേക്കുന്നത്. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന മീഷോ സ്ലിംഗ് ബാഗ് ഹോൾ ആണ്. അധികം ഒന്നുമില്ല, ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തേക്കുന്ന ഒരു 4 സ്ലിംഗ് ബാഗും അതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ പ്രൈസ് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ബാഗ് ഹോൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. ഒരു മീഷോന്ന് മാത്രമല്ല ഒരു ആപ്പിന്റെയും അല്ലെങ്കിൽ അല്ലാണ്ട് പർച്ചേസ് ചെയ്തതായിട്ടുള്ള സ്ലിംഗ് ബാഗിന്റെ ഹോൾ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഇത് ഫസ്റ്റ് ആയിട്ടാണ് ഒരു ബാഗിന്റെ ഹോൾ ചെയ്യുന്നത്. സോ ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ആൻഡ് ഇത് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം ഫസ്റ്റ് തന്നെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്ന ഒരു ക്രോസ് ബോഡി വേസ്റ്റ് ബാഗ് ആണ് കേട്ടോ. ക്രോസ് ബോഡി ബാഗ് ആണ്, അതും ഒരു വേസ്റ്റ് ബാഗ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ വേസ്റ്റിന് ചുറ്റും അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ബാഗാണ്. ബ്ലാക്ക് കളറിലാണ്. 2 കമ്പാർട്ട്മെന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ കമ്പാർട്ട്മെന്റും ഉണ്ട്, ചെറിയ കമ്പാർട്ട്മെന്റും ഉണ്ട്. അത്യാവശ്യം പൈസ, ഫോണ്, വാളറ്റ് ചെറുതുണ്ടെങ്കിൽ അതൊക്കെ കൊള്ളുന്ന നല്ലൊരു ബാഗാണ് കേട്ടോ. അത് മാത്രമല്ല ഈ ഒരു വള്ളി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. വേണമെങ്കിൽ നമുക്ക് ടൈറ്റ് ആക്കാം, അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് ലൂസ് ആക്കി കൊടുക്കാൻ വേണ്ടി ഒക്കെ പറ്റും. ആൻഡ് ദ ബെസ്റ്റ് പാർട്ടേഴ്സ്, ഈ ഒരു സാധനത്തിന്റെ പ്രൈസ് വന്നിട്ട് ജസ്റ്റ് 125 റുപ്പീസ് ഉള്ളൂ. ക്വാളിറ്റീന്റെ കാര്യത്തിൽ ഒരു വിഷയമില്ല, നല്ല ക്വാളിറ്റിയാണ്. സിബൊക്കെ ആണെങ്കിലും നല്ല സാധനമാണ് കേട്ടോ. ഇപ്പൊ ചില സിബ് ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചാവില്ല. ഒരു 125 നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റീന്റെ ഒരു ട്രിപ്പിൾ അല്ലെങ്കിൽ ഒരു 100 ടൈംസ് ഉണ്ടെന്ന് ഞാൻ വേണമെങ്കിൽ പറയും. അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു, ആക്ച്വലി മീഷോന്ന് ഞാൻ ആദ്യമായിട്ടാണ് ബാഗ് വാങ്ങി നോക്കുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിന് ബാഗ് എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു 4 എണ്ണം എടുത്തിട്ടുള്ളൂ. 4 അല്ല, 3 ബാഗും ഒരു വാളറ്റും ആണ് കേട്ടോ ഉള്ളത്. അപ്പം ഇതാണ് ഫസ്റ്റ് പർച്ചേസ് വന്നിട്ട്. അടിപൊളി ഒരു ബാഗാണ്, സൂപ്പർ ആയിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളുന്ന ഒരു ബാഗാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പർച്ചേസ് വന്നിട്ട്. അടുത്തത് ഞാനൊരു വാലറ്റ് കാണിക്കാം. ആൻഡ് കറൻ്റ്ലി ഇപ്പം ഞാനത് യൂസ് ചെയ്യുന്ന വാലറ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്തു. ഇത് ഞാൻ കുറച്ച് കാലം മുമ്പ് വാങ്ങിയതാണ്. ബട്ട് സ്റ്റിൽ നൗ ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഒരു പ്രശ്നവും വന്നിട്ടില്ല. കണ്ടോ, അടിപൊളിയാണ്. ഇങ്ങനെ തുറക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതിൻ്റെ കാർഡൊക്കെ ഉണ്ട്, ഇങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഇവിടെയും കുറേ ഇതുണ്ട്. അതിൻ്റെ കൂടെ ബാക്കിൽ ഇവിടെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇത് ഇങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്. അടിപൊളി, നല്ല വാളറ്റാണ്, നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇത് ബ്രാൻഡാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, മീഷോയിൽ നിന്നാണ് വാങ്ങിയേക്കുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 300 റുപ്പീസ് ആയിരുന്നു കേട്ടോ. നല്ല ബാഗാണ്, അടിപൊളിയായിട്ടുള്ളൊരു, ഇതൊക്കെ വാങ്ങേണ്ടവർ എന്തായാലും കണ്ണു അടിച്ച് വാങ്ങിക്കോളൂ. ക്വാളിറ്റി ഞാൻ ഗ്യാരണ്ടിയാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്തത് ഒരു ബാക്ക് പാഗാണ്. ഇത് ഞാൻ വേറെ കുറേ ആപ്പിൽ ഓൾറെഡി കണ്ടിട്ടുണ്ട് കേട്ടോ. ആസ്റ്റർ കൊല്ലി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇത് അങ്ങനെയാണ് ഈ ഒരു മിനി ബാക്ക് പാഗ് വരുന്നത്. നല്ല ലെതർ മെറ്റീരിയലാണ്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇതും 2 കമ്പാർട്ട്മെൻ്റ് ആണ്. ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് വന്നിട്ട് അത്യാവശ്യം കുറേ സാധനങ്ങൾ കൊള്ളൂ ഇതിൽ. രണ്ടാമത്തെ കമ്പാർട്ട്മെന്റ് വന്നിട്ട് സിമ്മിന് ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ. ഇതാണ് രണ്ടാമത്തെ കമ്പാർട്ട്മെന്റ് വന്നിട്ട്. ഇത് എയ്തർ നമുക്ക് ബാക്ക് പാഗ് ആയിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ സിംഗിൾ സൈഡ് ബാഗ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് ഞാൻ വാങ്ങിയപ്പോൾ 270 റുപ്പീസ് ആയിരുന്നു. പിന്നെ എല്ലാവർക്കും അറിയാം മീഷോയിൽ ഇപ്പം COD 270 ആണെങ്കിലും അത് നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുവാണെങ്കിൽ ഒരു 20 to 30 റുപ്പീസ് എന്തായാലും കുറയും. അപ്പം 270 എന്ന് പറഞ്ഞാലും മേ ബി ഇതെനിക്കൊരു 240 ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പം ഇതാണ് മൂന്നാമത്തെ ബാഗ് വന്നിട്ട്. ഇനി ഒരു ബാഗും കൂടി ഉള്ളൂ, അത് ലാസ്റ്റ് ബാഗാണ്. അതൊരു ബക്കറ്റ് ബാഗാണ് കേട്ടോ. നമ്മൾ പറയില്ലേ, പണ്ടൊക്കെ ബക്കറ്റ് ബാഗ് ഭയങ്കര ട്രെൻഡായിരുന്നു. ഇപ്പം അധികം ആരും യൂസ് ചെയ്യാറില്ലെന്ന് തോന്നുന്നു. ഇതാണ് ആ ഒരു ബക്കറ്റ് ബാഗ് വന്നിട്ട്. ഇങ്ങനെയാണ് ഇത് ക്ലോസ് ചെയ്യുന്നത് കേട്ടോ, അല്ലാണ്ട് സിപ്പർ ക്ലോഷർ അല്ല. ഇതിലും അത്യാവശ്യം ഒരുപാട് സാധനം കൊള്ളും. ഇതിൻ്റെ ഉള്ളിൽ ഒരു സിപ്പർ കമ്പാർട്ട്മെന്റ് ഉണ്ട്, അതല്ലാത്ത ഒരു കമ്പാർട്ട്മെന്റും കൂടെ ഉണ്ട്. ഇതിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ക്ലോസ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ഹാൻഡിലും ഉണ്ട്, അതല്ലാണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഹാൻഡിലും ഉണ്ട് കേട്ടോ. ഇതും അടിപൊളി ഒരു ബാഗാണ്. 255 മാത്രമേ ഇതിൻ്റെ റേറ്റ് ഉള്ളൂ. നല്ല ക്വാളിറ്റി ആട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള, കണ്ടാൽ അറിയാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പെട്ടെന്നൊന്നും നാശാവത്തില്ലാത്ത ബാഗാണ്. ഡിറ്റാച്ചബിൾ ആണ്. ഇത് വേണമെങ്കിൽ ഈ ലോങ് വേണമെങ്കിൽ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാം, ചെറുത് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്.
അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ബാഗ് വന്നിട്ട്. അപ്പം ഈ ഒരു 4 എണ്ണമാണ് ഞാനിപ്പോൾ മീഷോന്ന് വാങ്ങിച്ചേക്കുന്നത്. ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും റേറ്റോ ഇപ്പോഴത്തെ കറണ്ട് റേറ്റോ എന്തിനേലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ അത്യാവശ്യം യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ വേറെ എന്തെങ്കിലും റിവ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണെന്ന് എന്തിൻ്റെ റിവ്യൂ ആണ് എന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.